എല്ലാവർക്കും നമസ്കാരം. VVCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരള ഗവൺമെൻറ്റും ഗവർണറുമായുള്ള അസ്വാരസ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അതിൻ്റെ ഏറ്റവും പാരമ്യാവസ്ഥയിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. അതായത് ഗവർണറുടെ സുരക്ഷ പോലീസിൽ നിന്ന് കേന്ദ്രസേന ഏറ്റെടുത്തിരിക്കുകയാണ്. പോലീസിൽ നിന്ന് ഗവർണറുടെ സുരക്ഷ കേന്ദ്രസേനയായ CRPF ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് സുരക്ഷയൊരുക്കുക ബംഗളൂരുവിൽ നിന്നുള്ള CRPFൻ്റെ പ്രത്യേക VIP സെക്യൂരിറ്റി സംഘമാണ്. 41 പേർ ഒരു സമയം ഗവർണർക്കൊപ്പം ഡ്യൂട്ടിയിലുണ്ടാകും. ഗവർണർ രാജ്യത്തെവിടെ പോയാലും Z+ സുരക്ഷ ഒരുക്കണമെന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ അടിയന്തര നിർദ്ദേശത്തെ തുടർന്ന് പള്ളിപ്പുറം CRPF ക്യാമ്പിൽ നിന്നാണ് 25 സംഘത്തെ കഴിഞ്ഞ ദിവസം തന്നെ നിയോഗിച്ചത്. VIP സുരക്ഷയ്ക്കായി പ്രത്യേക പരിശീലനം ലഭിച്ച CRPF ഡിവിഷൻ ദക്ഷിണേന്ത്യയ്ക്ക് ബംഗളൂരുവിലാണുള്ളത്. ഗവർണർ താമസിക്കുന്ന സ്ഥലവും യാത്രയുമെല്ലാം ഈ സുരക്ഷാ ടീമിൻ്റെ ചുമതലയിലായിരിക്കും. നിലവിൽ ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്ന കേരള പോലീസ് കമാൻഡോ സംഘത്തെ പിൻവലിക്കണോ എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് ഗവർണറുടെ നിർദ്ദേശപ്രകാരമാകും. VIPയുടെ ഏറ്റവും അടുത്തുള്ള മേഖല മാത്രമാണ് പ്രത്യേക സുരക്ഷാ സംഘം ഏറ്റെടുക്കുക. ഇതിന് പുറത്തുള്ള 2 തലത്തിലെ സുരക്ഷാ മേഖലയിലും കേരള പോലീസാണ് ഉണ്ടാവുക. നിലവിൽ കേരള പോലീസ് ഒരുക്കുന്നതും Z+ കാറ്റഗറി സുരക്ഷയാണ്. ഒരു അസിസ്റ്റൻറ്റ് കമ്മീഷണറെയും 50 പോലീസ് ഉദ്യോഗസ്ഥരെയുമാണ് ഇപ്പോൾ ഗവർണർക്കായി കേരള പോലീസ് നിയോഗിക്കുന്നത്. ഗവർണർക്ക് സുരക്ഷാ ഭീഷണിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും കഴിഞ്ഞ തവണ തിരുവനന്തപുരം പേട്ടയിൽ SFI പ്രവർത്തകർ പാഞ്ഞെടുത്ത് ഗവർണറുടെ കാറിൽ അടിച്ച സംഭവത്തോടെ തന്നെ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോ ഗവർണർക്ക് സുരക്ഷാ ഭീഷണിയുണ്ടെന്ന് കടുപ്പിച്ച റിപ്പോർട്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പുതിയ പരിഷ്കാരം വന്നിരിക്കുന്നത്. CRPF സുരക്ഷ ചുമതല ഏറ്റെടുക്കുന്നതോടെ ഗവർണറുടെ സുരക്ഷയിൽ പ്രതിഫലിപ്പിക്കുക കൂടുതൽ പ്രൊഫഷണലിസം ആയിരിക്കും. സുരക്ഷാ കാര്യങ്ങളിൽ കൃത്യവും ശാസ്ത്രീയവുമായ പരിശീലനം സിദ്ധിച്ച പ്രാദേശിക താൽപ്പര്യങ്ങളൊന്നുമില്ലാത്ത സേനാ വിഭാഗമായതിനാൽ അടിയന്തര സാഹചര്യങ്ങളിൽ മുഖം നോക്കാതെ നടപടി സാധ്യമാകും എന്നതാണ് പ്രധാന ഗുണം. ഗവർണർക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ കർശനമായി കൈകാര്യം ചെയ്യാനും പിന്തുടർന്ന് പിടികൂടാനും മറ്റും CRPF മുതിരില്ലെന്ന് മാത്രമല്ല, സംരക്ഷിക്കപ്പെടേണ്ട വ്യക്തിയുടെ സുരക്ഷയ്ക്ക് മാത്രമാകും അവർ മുൻഗണന നൽകുക. രാജ്ഭവൻ ഒഴികെയുള്ള താമസ സ്ഥലങ്ങൾ, പൊതുപരിപാടികളുടെ വേദികൾ, കോൺവോയായുള്ള യാത്ര എന്നിവയുടെ എല്ലാം സുരക്ഷാ ചുമതല ഇനി CRPFനാണ്. കഴിഞ്ഞ ദിവസത്തേതുപോലെ പ്രതിഷേധങ്ങൾ അതിരുവിടുകയോ ഗവർണർ വാഹനത്തിന് പുറത്തിറങ്ങി പ്രതിഷേധിക്കുകയോ ചെയ്യുന്ന അവസരമുണ്ടായാൽ പോലും അദ്ദേഹത്തിന് ചുറ്റും നിരന്ന് സുരക്ഷ ഒരുക്കുക മാത്രമാകും CRPF ചെയ്യുക. ഗവർണർക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നത് തടയുക എന്നതാണ് സുരക്ഷാ സേനയുടെ പ്രാഥമികമായ ഉത്തരവാദിത്തം. അതിനപ്പുറത്തേക്ക് കടന്നുള്ള ഏത് പ്രതികരണവും സുരക്ഷയുടെ ഗോൾഡൻ റൂൾസിൻ്റെ ലംഘനമാകും. സങ്കീർണമായ സാഹചര്യങ്ങളിൽ പോലും മിനിമം ഫോഴ്സ് മാത്രം ഉപയോഗിച്ച് പരമാവധി സുരക്ഷ നൽകുക എന്നതാണ് സേനയുടെ രീതി. പോലീസുമായി അത്യാവശ്യം വിവരങ്ങൾ മാത്രം പങ്കുവച്ച് സങ്കീർണമായ സുരക്ഷാ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചും മുന്നോട്ടു പോകാനാകും CRPF ശ്രമിക്കുക. CRPF സുരക്ഷ വരുന്നതോടുകൂടി ഗവർണറുടെ സമീപത്തേക്ക് എത്തുന്നതിനുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ കർശനമാകും. അങ്ങനെ CRPF വരുമ്പോൾ പ്രതിഷേധങ്ങൾക്കും പ്രകടനങ്ങൾക്കും അയവുണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.